ഹായ് ഹലോ. ഇന്നൊരു താളി ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ താളിക്ക് ആവശ്യമായിട്ടുള്ള ഇല പൊട്ടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ പോകുമ്പോൾ നോക്ക്, അത്യാവശ്യം നല്ല പോലെ വെള്ളം നിറഞ്ഞിരിക്കുന്നു. റോട്ടിൻ്റെ മുകളിലൊക്കെ മഴ പെയ്തിട്ട് അന്ന് ഇത്തിരി കൂടുതൽ മഴ പെയ്തിരിക്കുന്നു എന്ന് തോന്നുന്നു. സൺഡേ ഒക്കെ ആയിട്ട് ഞങ്ങളിന്ന് ലീവായിരുന്നു. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ അതിന് നടന്നു പോകുമ്പോൾ നമ്മൾ ചാടിക്കടക്കന്നെ വേണം, അത്ര വെള്ളം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അതാ പോണ വഴിയാണ് കേട്ടത്. ഇതൊരു പാടമാണത്. അവിടെ ഒരു വീടേ ഉള്ളൂ കേട്ടോ, അങ്ങനെ കുറേ വീടൊന്നുമില്ല അങ്ങോട്ട്. ഇതോ അവിടെ പിന്നെ അതിൻ്റെ പിന്നോട്ട് പോകണം. അപ്പോൾ അതാ ഞങ്ങൾ ഇല പൊട്ടിക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ഒന്നും വലിയ കാര്യമായിട്ടില്ല. പിന്നെ ഇതിങ്ങനെ ഒഴുകി പോകാൻ മാത്രം സ്ഥലമില്ല നമ്മുടെ ഈ റോഡിൻ്റെ അവിടെ. അപ്പോൾ അവിടെ കെട്ടിക്കിടക്കുക. അപ്പോൾ നമ്മൾ ഇല പൊട്ടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അപർണയാണ് എനിക്ക് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അത് ഇല പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ചെമ്പരത്തി പൂവ്, ചെമ്പരത്തി മുട്ട്, പിന്നെ പേരല ഉണ്ടാവില്ലേ, പേരൻ്റെ ഇല കിട്ടുന്നില്ല, അതും കൂടി ഉണ്ടെങ്കിൽ നല്ല എഫക്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. അതും തളിർത്ത പേരൻ്റെ ഇല അത് കിട്ടുകയാണെങ്കിൽ നല്ല യൂസാവും. അപ്പോൾ അതുള്ളവരൊക്കെ നന്നായിട്ട് അത് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. എനിക്കിവിടെ മൂത്തത് മാത്രമേ ഉള്ളൂ, തളിർത്തതില്ല. അപ്പോൾ ഞാൻ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ആഴ്ചയിൽ നമുക്കിത് 3 വട്ടമെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര റിസൾട്ട് കിട്ടാവുന്ന ഒരു പാക്ക് കൂടിയാണിത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ ആയിക്കോട്ടെ, ഇത് മെയിനായിട്ടൊരു എന്താ പറയുക തരംഗം തന്നെയാണ് ഇപ്പോൾ ഈ താളിയുടെ വീഡിയോ എന്ന് വെച്ചാൽ. എല്ലാവരും യൂസ് ചെയ്യുന്ന വീഡിയോ കാണാറുണ്ടല്ലോ. അപ്പോൾ അതാ ഞങ്ങൾ റിട്ടേൺ പോകുന്നതാണ് കേട്ടോ. പിന്നെ ഈ പുഴ കടന്നു പോകണ്ടേന്ന് ആലോചിക്കുമ്പോഴാണ് തല പെരുക്കുന്നത്. അപ്പോൾ അതാ റൂമിലേക്ക് പോവുകയാണ്. ഈ സ്റ്റെപ്പ് കയറിയിട്ടാട്ടോ പോവുക. അങ്ങനെ പിന്നെ അവിടെ പോയതിന് ശേഷം നമുക്കിത് നല്ല പേസ്റ്റ് കണക്കിനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ ആദ്യമാക്കിയ കൂടെ പോകുന്നില്ല, ഒരു കയ്യിൽ ക്യാമറ വെച്ചുകൊണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് നന്നായി കുടിക്കാനും പറ്റുന്നില്ല. പിന്നെ അത് നല്ല പേസ്റ്റ് അരച്ചെടുത്തിട്ട് നമ്മൾ തലയിൽ നന്നായി അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാനായിട്ട് ഈ മുന്നേ തന്നെ കുറച്ച് വെളിച്ചെണ്ണ, അതായത് ഏത് ഹെയർ ഓയിലാണോ നമ്മൾ യൂസ് ചെയ്യാറ് അത് പരട്ടിയ ശേഷം മാത്രമേ നമ്മൾ ഈ തലയിൽ തേക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായി തേച്ച് പിടിപ്പിക്കുക കേട്ടോ തലയ്ക്ക്. അതായത് ഈ മുടിയുടെ അഴയില്ലേ, അവിടെയൊക്കെ നന്നായിട്ട് അതിൻ്റെ ഉള്ളിലൊന്ന് പിടിക്കട്ടെ, എന്നാൽ മാത്രമേ അത് നമുക്ക് അത്ര യൂസ് ആവുകയുള്ളൂ. എന്നിട്ട് അതൊരു അരമണിക്കൂറെങ്കിലും നമ്മൾ മാക്സിമം തേച്ച് പിടിപ്പിക്കണം. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് കഴുകി കളയുക. അപ്പോൾ ഓക്കെ, ബൈ.